ഞാൻ ഈ പറയുന്നത് നമ്മൾ 3 പേരും അല്ലാതെ വേറൊരാളറിയരുത്, ആവണി പോലും. ഇല്ലമ്മ, അമ്മ പറഞ്ഞോ? അമ്മയ്ക്കും സംശയം തോന്നി തുടങ്ങിയോ? അതല്ല അഞ്ജു, നീ പുറത്തെ എല്ലാവരുടെയും മുമ്പിൽ പറഞ്ഞു കിടക്കുന്നതൊക്കെ എന്റെ മോനെ കുറിച്ചല്ലേ? അവനെ ഇല്ലാണ്ടാക്കി എന്തൊക്കെയോ സംഭവിച്ചു. നീ ഒരമ്മയല്ലേ? സ്വന്തം കുഞ്ഞിനെ കാണണ്ടായ നീ എന്തുമാത്രം വിഷമിക്കും? ആ വിഷമം തന്നെയല്ലേ ഞാനും അനുഭവിക്കുന്നത്. എന്നെ സമാധാനിപ്പിക്കണമെന്നൊന്നും ഞാൻ പറയണില്ല അഞ്ജു. അറ്റ്ലീസ്റ്റ് വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാതിരുന്നൂടെ? ഞാൻ പറയണത് വല്ലോന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ടമ്മ. ഞാനിത് അവളോട് പറഞ്ഞോണ്ടിരിക്കായിരുന്നമ്മ. അഞ്ജു, ഇതൊരു ഭീഷണിയോ പേടിപ്പിക്കലോ ഒന്നുമല്ല. പക്ഷെ ഇനി നീ ഇതുപോലെ എന്തെങ്കിലും പറയണ ഞാൻ കേട്ട ചിലപ്പോ ഞാൻ നിന്നെ തല്ലിപ്പോകും. നീ ചിലപ്പോ ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയേക്കും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല. പ്രകാശ, നിന്റെ ഭാര്യയ്ക്ക് ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലായി കാണുമല്ലേ? എന്നാ ശരി അഞ്ജു, പറഞ്ഞത് മറക്കണ്ട. കാര്യം പറഞ്ഞാ എനിക്ക് മനസ്സിലാവും. ഒന്നും ചുമ്മാ തല്ലുന്നൊക്കെ പറഞ്ഞ തല്ലി നോക്കട്ടെ, അപ്പ അറിയാം ഞാൻ ആരാന്ന്. കാര്യം നിങ്ങളുടെ അമ്മയ്ക്കാണ്, പക്ഷെ എന്നെ പറ്റി വലിയ ധാരണയില്ലാത്തോണ്ടാ. ശരീരത്ത് തൊട്ട വയസ്സുകാലത്ത് അഴിയാണ്. ആ ശരി മോളി, ഞാൻ പറഞ്ഞേക്കാം. ആ ശരി. മോളിയാ വിളിച്ചേ, ഒഫീഷ്യലായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തേക്കാൻ പറഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടോ ചേച്ചി? ഏയ് പ്രശ്നമൊന്നുമില്ല. അവൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് പോയി കൊടുത്താലോ? ഇപ്പൊ പോവാ. വാസുദ പോകാം. അല്ല, ഈ പെറ്റീഷൻ കൊടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് ഇനി ആ സ്റ്റേഷനിലൊക്കെ വന്ന് ബുദ്ധിമുട്ടണോ? നമുക്ക് പോയി കൊടുത്ത പോരെ? അത് പോരെ അമ്മേ, ഞാൻ കൂടെ പോവാ. ഞാനിവിടെ വരാം പ്രകാശ, നമുക്ക് ഒന്നിച്ചു പോവാം. അമ്മ വെക്കോ, അച്ഛമ്മയുടെ ഞങ്ങളില്ലേ? എന്നാ ഞങ്ങൾ പോയിട്ട് വരാമേ. ശരി ശരി മോളെ. അവനൊന്നും പറ്റിക്കാണൂല അല്ലേ? ഇല്ല അച്ഛമ്മ, ടെൻഷൻ അടിക്കല്ലേ, അച്ഛൻ വരും. എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും ഇങ്ങനെയൊക്കെയായിരുന്നു. ആരും എന്നോടൊന്നും പറഞ്ഞില്ല. ഒരു ചെറിയ ആക്സിഡൻ്റാണ്, ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക, ഇപ്പം വരും, അങ്ങനെ പല കള്ളങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞേ. എൻ്റെ ബാലേട്ടൻ വരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നതാ. പക്ഷെ വന്നത് എൻ്റെ ബാലേട്ടൻ്റെ എനിക്ക് പേടിയാവുന്നു മക്കളെ. അച്ഛമ്മ എന്താ അച്ഛമ്മ? അകത്തിരിക്കാൻ വാ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ